വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്ലൂമിംഗ് ബഡ്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ LKG ഇംഗ്ലീഷ് സിലബസിൽ കുട്ടികൾക്ക് എന്തെല്ലാം പഠിക്കാനുണ്ട് എന്നതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നത് മാത്സ് സിലബസാണ്. അതായത് LKGയിൽ കുട്ടികൾക്ക് മാത്സിൽ എന്തെല്ലാം പഠിക്കാനുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് ഫസ്റ്റ് ടേമാണ്. ഫസ്റ്റ് ടേം ടെക്സ്റ്റ് ബുക്കാണ്. അതിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങളാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ളത്. നമ്പേഴ്സ് പഠിക്കുന്നതിന് മുന്നേ തന്നെ പഠിക്കുന്നത് ബിഗ്, സ്മോൾ, ലോങ്, ഷോർട്ട് അങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണ് കേട്ടോ ആദ്യം പഠിക്കാനുള്ളത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ഇതുപോലെയാണ് ഉണ്ടായിരിക്കുക. ബിഗ് ബസ്, സ്മോൾ ഓട്ടോറിക്ഷ, ബിഗ് വെയിൽ, സ്മോൾ ഫിഷ്, ഇതുപോലെ ബിഗും സ്മോളും തിരിച്ചറിയാനുള്ള ആക്ടിവിറ്റീസ്. പിന്നെ വരുന്നത് ലോങ്, ഷോർട്ട്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് തിരിച്ചറിയാൻ കുട്ടി പഠിക്കുകയാണ്. ലോങ് ട്രെയിൻ, ഷോർട്ട് മെട്രോ, ലോങ് പാൻസ്, ഷോർട്ട് ഷോർട്ട്സ്, ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് പഠിക്കുക. ഇതുപോലെ ആക്ടിവിറ്റി ബേസ്ഡ് ആയിരിക്കും, പിക്ചേഴ്സും കളേഴ്സും ഒക്കെ ചെയ്തിട്ട്. പിന്നീട് കുട്ടികൾക്ക് പഠിക്കാനുള്ളതാണ് ഹെവിയും ലൈറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഹെവി ആയിട്ടുള്ള വസ്തുക്കൾ ഏതാണ്, ലൈറ്റ് ആയിട്ടുള്ള വസ്തുക്കൾ ഏതാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ആക്ടിവിറ്റിയാണിത്. പിന്നീടുള്ളത് ഫുൾ എംപ്റ്റി, അതായത് ഫുൾ ഗ്ലാസ്, എംപ്റ്റി ഗ്ലാസ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ്, ഫുൾ എംപ്റ്റി തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കാനുണ്ട്. പിന്നീട് വരുന്നത് മോറും ലെസ്സുമാണ്. അതായത് കൂടുതൽ ഏതാണ്, കുറവ് ഏതാണെന്ന് ചിത്രം നോക്കി ഐഡൻറ്റിഫൈ ചെയ്ത് മാർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കളർ കൊടുക്കാനോ ഒക്കെ ഉള്ള ആക്ടിവിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ വരുന്നത് നിയർ, ഫാർ, അതായത് ദൂരെയുള്ളത് ഏതാണെന്നും അടുത്തുള്ളത് ഏതാണെന്നും കുട്ടിക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് പറയാനുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് എബോവ്, അണ്ടർ, അതായത് മുകളിലുള്ള വസ്തുക്കളും താഴെയുള്ള വസ്തുക്കളും ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് പറയാൻ ഉള്ളൊരു ആക്ടിവിറ്റിയാണ് എബോവ്, അണ്ടർ. പിന്നീട് വരുന്നത് ബിഫോർ, ആഫ്റ്റർ, അതായത് ബിഫോർ വരുന്നതും ആഫ്റ്റർ വരുന്നതും കുട്ടിക്ക് തിരിച്ചറിഞ്ഞ് പറയാനുള്ള കുറച്ച് പിക്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നോക്കിയിട്ട് ബിഫോറും ആഫ്റ്ററും കുട്ടി ഐഡൻറ്റിഫൈ ചെയ്ത് പറയണം. പിന്നീട് വരുന്നതാണ് ബിറ്റ്വീൻ, അതായത് നടുവിലുള്ള വസ്തുവിനെ നോക്കിയിട്ട് കുട്ടിക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്ത് പറയാൻ കഴിയാനുള്ള ആക്ടിവിറ്റീസാണ് ബിറ്റ്വീനിൽ വരുന്നത്. അടുത്തത് വരുന്നതാണ് നമ്പേഴ്സ്. നമ്പേഴ്സ് 1 to 9 വരെ മാത്രമാണ് ഫസ്റ്റ് ടേമിൽ പഠിക്കാനുള്ളൂ. അത് ഇതുപോലെ റൈറ്റിംഗ് ആൻഡ് ട്രൈസിങ് ആൻഡ് റൈറ്റിംഗ് ആണ്. ഇങ്ങനെ ട്രൈസ് ചെയ്ത് അത് കൂടെ എഴുതി പഠിക്കാനുള്ള കാര്യങ്ങളാണ് ഉള്ളത്. അതുപോലെ പിക്ചേഴ്സ് കൗണ്ട് ചെയ്തിട്ട് എത്ര എണ്ണം ഉണ്ടെന്ന് പറയാനും എഴുതാനും ഉണ്ടായിരിക്കും. ഇതുപോലെ കൗണ്ട് ചെയ്ത് പറയാനുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ വരുന്നത് നമ്പർ സോങ്സ് ആണ്. 1 or 2 നമ്പർ സോങ്സ് ഫസ്റ്റ് ടേമിൽ പഠിക്കാനുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ടേമിലുള്ളത്. ഇനി സെക്കൻഡ് ടേമിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി സെക്കൻഡ് ടേമിൽ എന്തൊക്കെയാണ് മാത്സിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. ഇത്രയും കാര്യങ്ങളാണ് മാത്സിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് പഠിക്കുന്നത് സീറോൻ്റെ കൺസെപ്റ്റാണ്. അതായത് കുട്ടികൾക്ക് സീറോ എന്നുള്ള ഒരു കൺസെപ്റ്റ് കുട്ടികളെ എത്തിച്ചതിന് ശേഷമാണ് അവർക്ക് 10 എന്നുള്ള നമ്പർ പഠിപ്പിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളുണ്ട്. പിന്നെ വരുന്നത് 1 മുതൽ 10 വരെ അവർ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അതിന് ശേഷമാണ് കൗണ്ട് ചെയ്ത് മാച്ച് ചെയ്ത് വരയാനുള്ള ആക്ടിവിറ്റീസ്, ഇതുപോലെ കൗണ്ട് ചെയ്ത് വരയാനുള്ള ആക്ടിവിറ്റീസ്, അതുപോലെ ഓർഡറിൽ നമ്പർ അനുസരിച്ച് ഓർഡറിൽ എഴുതാനുള്ള ആക്ടിവിറ്റീസൊക്കെ ധാരാളം ഉണ്ടായിരിക്കും. പിന്നെ വരുന്നത് 1 മിനി, അതായത് ഒന്നും ഒന്നിൽ കൂടുതലും വരുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു വ്യക്തമായ ധാരണ ഉണ്ടാവാനുള്ള ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. പിന്നെ ഷേപ്സ് പഠിക്കാനുണ്ട്. ഷേപ്സിൽ വരുന്നത് സർക്കിൾ, അതുപോലെ സ്ക്വയർ, ട്രയാങ്കിൾ, അതുപോലെ റെക്റ്റാങ്കിൾ. ഈ 4 ഷേപ്സിനെ കുറിച്ചിട്ടാണ് കുട്ടികൾക്ക് സെക്കൻഡ് ടൈമിൽ പഠിക്കാനുള്ളത്. പിന്നെ എല്ലാ ടൈമിലുള്ള പോലെ ഒരു നമ്പർ സോങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും മാത്സായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോയം പഠിക്കാനുണ്ടായിരിക്കും. പിന്നെ 10 മുതൽ 20 വരെയുള്ള നമ്പേഴ്സ് ട്രേസ് ചെയ്ത് എഴുതി പഠിക്കാനുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് ടൈമിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വരുന്നത് തേർഡ് ടൈമിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പേഴ്സ് 1 മുതൽ 50 വരെയുള്ള നമ്പേഴ്സ് കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. അതുപോലെ 1 മുതൽ 20 വരെയുള്ള നമ്പർ നെയിംസും പഠിക്കാനുണ്ട്. അഡിഷൻ്റെ ഒരു ചെറിയ ഭാഗവും പഠിക്കാനുണ്ട്. നമ്പേഴ്സ് 50 വരെ
മറ്റു ടേമിലുള്ളതുപോലെ തന്നെ ട്രേസ് ചെയ്ത് എഴുതാൻ തന്നെയാണ്. 50 വരെ മാത്രമേ LKG പഠിക്കാനുള്ളൂ. ബാക്കി വരുന്നത് UKG-യിലാണ്. അത് കഴിഞ്ഞ് വരുന്നത് നമ്പർ നെയിംസ് സ്പെല്ലിങ് പഠിക്കാനാണ്. 1 മുതൽ 20 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്പെല്ലിങ് പഠിക്കാനുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 3rd ടേമിൽ വരുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്